കാക്കാ നിങ്ങൾ ആര് തരണേ? നേരത്തെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. എന്താ ഞാൻ ഇവിടെ ആളെ അന്വേഷിച്ചു വന്നാണ്. ഈ ആള് ഒന്ന് അറിയോ നോക്കാണേ. അപ്പു പാണാട്ട്. ആ സ്ഥലം ഇവിടെ തന്നെയാണ്. വേറെ എന്തെങ്കിലും അറിയോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ ബത്തേരിന്നാണ്. രാവിലെ പോകുന്നത് അവിടുന്ന്. ഈ ആളൊന്ന് കാണണം, നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. കാക്ക ഈ അബു എന്ന് പറഞ്ഞാൽ 2-3 അബുമാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ വീട്ടുപേരില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയോ? ആളെ ഫോട്ടോ മറ്റോ എന്തെങ്കിലും? ആ ഫോട്ടോ ഒക്കെ എൻ്റെ ഫോണിലുണ്ടാവും. ഇത് നോക്കിയാൽ കണ്ടാൽ അറിയുമെങ്കിൽ ഒന്ന് നോക്കി. ആ ഇത് തന്നെ. ആ ഇത് അബു. ആ ഇത്തിക്കൽ അബു. നിങ്ങൾക്കറിയോ? ആ കണ്ടിട്ട് കുറച്ചായി. ആളെ ഞാൻ പറഞ്ഞുതരാം. കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ട് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ കാണിച്ചു തരാം. 2 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ മോളെ ഓനക്ക് കെട്ടിച്ചു കൊടുത്തതാണ്. ഓ മാസം വന്നീന്ന്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് യാതൊരു വിവരവുമില്ല, വരലില്ല, ഫോൺ ചെയ്താലിട്ട് എടുക്കൂല. അപ്പം എൻ്റെ മോളെ കണ്ണീര് കണ്ടിട്ട് എന്താ വിവരം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്നോട് പോകുന്നതാണ് കുട്ടി. അല്ല എന്നിട്ട് നിങ്ങളെ മോള്? അത് കുട്ടിയെ 6 മാസം മുമ്പ് ഓനൊന്ന് വന്നീന്ന്. അന്ന് ഇവർ രണ്ടാളും കൂടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണുങ്ങാണ്ട് നട്ടലിന് പരിക്ക് പറ്റിയിട്ട് എൻ്റെ കുട്ടി കെടുപ്പില്ല. അന്ന് ആസ്പത്രിയിലാക്കിയാണ്ട് ഇപ്പം വരാമെന്നും പറഞ്ഞുങ്ങാണ്ട് ഓൻ പോകുന്നതാണ്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പൊന്നാര കാക്ക, നിങ്ങൾ വല്ലാത്തൊരു പെടലുള്ള പെട്ടക്കണത്. അതെന്തേ മോനെ? അല്ലപ്പാ ഈ അബു നിങ്ങളോട് എന്ത് ജോലിയാന്നാ പറഞ്ഞത്? ഏതോ ഫർണിച്ചർ കടയിലെ ഡ്രൈവറാന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത്. ഒലക്കന്റെ മൂടാണ്. ഒരു ബൈക്ക് പോലും അവനക്ക് മര്യാദക്ക് ഓട്ടാൻ അറിയില്ല. എന്ത് പണി അവനക്കുള്ളത്? സ്നേഹിതന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓരോ കൂടെ രാവിലെയും വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. എടാ എന്തായാലും നീ അവൻ്റെ പേരൊന്ന് കാണിച്ചോണ്ട. ഇപ്പാ നിങ്ങളിപ്പോ അങ്ങോട്ട് പോവണ്ട. പോവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ജനിപ്പിച്ചു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണ ഒരു വാപ്പയും നിത്യരോഗിയായ ഭാര്യയും ഒരു മോളും ഉള്ളത്. വലിയ കഷ്ടത്തിലാണ് ഐറ്റിങ്ങൾ. പഠിച്ച തമ്പനാനെ, എന്താ ഞാൻ ഈ കേൾക്കണത്? എന്ത് കണ്ടിട്ടപ്പാ നിങ്ങൾ ഓനക്ക് നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇതൊന്നും അല്ല എൻ്റെ മോളോട് ഓൻ പറഞ്ഞത്. ഇപ്പം അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും പൈസ കടം ചോദിക്കാനും മാത്രമേ അവന് വായ തുറക്കലുള്ളൂ. അവിടുന്ന് ഇതേമാതിരി പലരും പൈസ ഒക്കെ തിരിമറി ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വന്ന് ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ. നാട്ടുകാരുടെ അടുത്ത് നിന്ന് എല്ലാവരുടെ അടുത്തു നിന്നും പൈസ ചോദിക്കുക. ആരെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ ഓൻ പിന്നെ ആൾജീവനാന്ത ശത്രുവായി. അല്ലടാ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക?